കഴിക്കടാ. ഇങ്ങോട്ട്. എന്താടാ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ നോക്കണേ? അല്ല, അമ്മായപ്പൻ്റെ മരുമോൻ്റെ ആ യോജിപ്പേ കണ്ടിട്ട് എനിക്ക് രോമാഞ്ചം വരുന്നു. എന്താ സ്നേഹം, എന്താ ഒരുമ. 5-8 കൊല്ലം ശത്രുക്കളായി കഴിഞ്ഞവരാണെന്ന് ആരെങ്കിലും പറയോ? എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസാന്ന് കേട്ടിട്ടില്ലേ? എന്താ അത്? ബീഫാ. ആ. ബാലേട്ടൻ അധികം കഴിക്കണ്ട കേട്ടോ, കൊളസ്ട്രോൾ ഇപ്പൊ തന്നെ കൂടുതലാ. ഓ, കണ്ട, ഞങ്ങളൊക്കെ കൊളസ്ട്രോൾ വന്ന് ചത്താലും കുഴപ്പമില്ലെന്നാ. നിന്റെ ഭാര്യ ആണ്ടാ യഥാർത്ഥ ഭാര്യ. വേറൊന്നുമില്ലേ? ഉണ്ണാറായെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ, ഒക്കെ റെഡിയായി. അതേനിന്ന് ഇവിടുന്ന് കഴിക്കാം. എനിക്കുള്ളതൊക്കെ എൻ്റെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓ, ആ, ആഘോഷം ആദ്യം വേണ്ട കേട്ടോ. കള്ളൊക്കെ ആവശ്യത്തിന് കുടിച്ചാ മതി. ഇന്ന് കൊറേ ആയി. ഇന്ന് ഇത്തിരി അധികം ആവാം. എന്നാ ഞാനും ഇറങ്ങുവാ. എനിക്ക് 2 തെങ്ങ് കുടിച്ചെത്താനുണ്ട്. ഇത്. വേണ്ട. ഇന്നത്തെ കള്ളിന്റെ കാശ് വേണ്ട. പക്ഷെ ചെലവ് നീ വേറെ ചെയ്യണം, അല്ലേ അജയ? പിന്നെ 2 കഷ്ണം എടുത്തോണ്ട് കഴിച്ച്. ഇത്രല്ലേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. മനസ്സിലാവണമെങ്കിൽ നിനക്ക് നിന്റേതായ ഒരു കുടുംബം വേണം, മക്കൾ വേണം. വാരമാഷ മോനാ ഇവൻ. പക്ഷേ ഇവന്റെ കുട്ടികളെ പ്രസവിച്ചത് എൻ്റെ മോളാ. അവർക്കൊരു പോറൽ പറ്റിയ ചോര പൊടിയുന്നത് എൻ്റെ നെഞ്ചിലാ. അതാ രക്തബന്ധം. ആ ബന്ധത്തെ പറ്റി ഇപ്പൊ നന്നായിട്ട് അറിയാം. 10-16 കൊല്ലം കുപ്പിയിൽ മൂടി വെച്ച് പോകുന്ന ഇപ്പോഴല്ലേ പുറത്തു വന്ന്. എടാ, ചേരേണ്ടത് എന്നായാലും ചേരും. ബാല, നമുക്ക് ആ വിഷയത്തെ പറ്റി സംസാരിക്കണ്ട. സംസാരിച്ച എനിക്ക് മറുപടിയില്ല, അതല്ലേ സത്യം. സത്യം എന്തായാലും പുറത്തു വരും, ഇന്നല്ലെങ്കിൽ നാളെ. കാത്തിരുന്നോ. എടാ, അവൻ നിന്നെ ചീറ്റിയാണെന്ന് നിനക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ ഇവിടെ നിയമമില്ലേ, ശാസ്ത്രമില്ലേ? എന്ത് ശാസ്ത്രം? DNA ടെസ്റ്റ് ചെയ്ത് നോക്കണം. DNA ടെസ്റ്റ് കേട്ടിട്ടില്ലേ? രക്തബന്ധം തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല മാർഗം. ഞാനിത് അന്നേ പറയാനിരുന്ന, പിന്നെ നിന്റെ അന്നത്തെ ഉരുളലും പരിഭവമൊക്കെ കണ്ടപ്പോൾ തോന്നി ചിലപ്പോൾ അച്ചക്കം പറയണത് നേരാണെങ്കിലോ. ഞാനിപ്പോഴും കാര്യമായിട്ട് പറയാ, നിന്റെ അല്ലെന്ന് അത്രയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ടെസ്റ്റ് ചെയ്താൽ മതി. എടാ, നീ നല്ലൊരു ഫ്രണ്ട് അല്ല, ആണെങ്കിൽ ഇങ്ങനെ സംശയിക്കില്ല. ശരി, ഞാൻ സംശയിക്കുന്നില്ല. വാ, നടക്ക്. അവൻ്റെ ഒരു ഐഡന്റിറ്റി കാർഡ് വേണം. പിന്നെ DNA ടെസ്റ്റിന് വിരോധമില്ല എന്നൊരു സമ്മതപത്രവും. അതേതെങ്കിലും അഡ്വക്കേറ്റിനെ കണ്ട് അവർ എഴുതരും. അവനെ കൊണ്ട് ഒപ്പിടിപ്പിച്ചാൽ മതി. ഇതൊക്കെ ഞങ്ങളുടെ പോലീസ് രീതി കേട്ടോ. നിയമത്തിൻ്റെ എല്ലാ പഴുതുകളും അടയ്ക്കാനുള്ള ഒരു ഏർപ്പാട്. അത് വേണം. എല്ലാ പഴുതുകളും അടച്ച് എല്ലാവരുടെ മുമ്പിൽ എനിക്ക് തെളിയിക്കണം അങ്ങനെ ഒരു തെറ്റ് എനിക്ക് പറ്റിയിട്ടില്ലെന്ന്. വക്കീൽ ഇറങ്ങിക്കോ. ഓ, കാർത്തിക്! കാർത്തിക്! പതുക്കെ നിന്റെ ഐഡന്റിറ്റി കാർഡ് ഉണ്ടോ? ഐഡന്റിറ്റി കാർഡ് ഉണ്ടോന്ന്? സ്കൂളിലെ കാർഡ്. മതി. എങ്ങോട്ടാണ്? കാര്യമുണ്ടമ്മേ. ടെസ്റ്റിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ വേണമെങ്കിൽ ഇന്ന് തന്നെ പൊക്കോളാം. പാടില്ല, നീ പോകാനേ പാടില്ല. നീ എന്റെ പുത്രനല്ലേടാ. അത് തെളിയിച്ചാലല്ലേ നാളെ എന്റെ സ്ഥാവര ജംഗമ സ്വത്തുക്കളുടെ അവകാശം നിനക്ക് കിട്ടൂ. സ്വത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ. എന്തിനു വേണ്ടിയായാലും നമുക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. എന്താ ചെയ്യാ? എന്തിനാ വക്കീലൊക്കെ? ഒന്നുമില്ല, ഇയാളുടെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം. എന്തിന്? അല്ല, കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് വരും. ഉണ്ട്, വക്കീലുണ്ട്. നീ വന്നേക്കണേ. ഇത് ബ്ലഡ് ബാങ്കിൽ ഞാൻ വന്നിട്ട് പറയാം. കേറാ, വണ്ടി അങ്ങനെ ചാരിയാ കൂന്നുകളെ. വക്കീലേ, കേറാ. ഇത് എന്തിനുള്ള ടെസ്റ്റാണെന്ന് അറിയാമല്ലോ അല്ലേ? അറിയാം. നെഗറ്റീവാണ് തെളിഞ്ഞ വലിയ കേസാവും, ജയിലിൽ പോകേണ്ടി വരും. വെറുതെ അവനെ പേടിപ്പിക്കില്ലേ ഡോക്ടറെ? അതൊക്കെ ടെസ്റ്റ് കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലേ? ബാക്കി ഫോർമാലിറ്റീസ് ഒക്കെ ഓവറാണല്ലോ. അതെ. അപ്പോൾ നമുക്ക് ലാബിലേക്ക് പോവാം. ബാലൻ ഇവിടെ വെയിറ്റ് ചെയ്താൽ മതി. നീ ഇവിടെ ഇരുന്നോ. അടാ, അജയ, എന്താ ഇതൊക്കെ? ഒന്നുമില്ല. എന്നോട് പറയാൻ പറ്റാത്ത എന്ത് കാര്യം ഇവിടെ നടക്കുന്നേ? അമ്മ അവിടെ ബാലിന്റെ കൂടെ ഇരിക്കേ. ഞങ്ങൾ ഇപ്പൊ വരാം, വന്നിട്ടെല്ലാം പറയാം. പറ്റില്ല, എനിക്ക് ഇപ്പൊ എല്ലാം അറിയാം. അമ്മൂട്ടിയമ്മ ബഹളം വെക്കാതിരിക്കെ. ഇവൻ അജയന്റെ മോൻ തന്നെയാണെന്ന് അറിയാനുള്ള ഒരു മെഡിക്കൽ ടെസ്റ്റാ.
റിസൾട്ട് കിട്ടി നമുക്ക് സത്യം അറിയാം. അത് ശരി. അപ്പൊ അതിനു വേണ്ടിയായിരുന്നു ഈ നാടകമൊക്കെ അല്ലേ? കാശും ആൾ സ്വാധീനം ഉണ്ടെങ്കിൽ ഏത് ടെസ്റ്റ് ഇവിടെ നടത്താം. നീ പറയുന്നത് പോലെ ഡോക്ടർമാർ എഴുതി തരുകയും ചെയ്യും. അത് വെച്ചോണ്ട് കോടതി വാദിച്ച് ജയിക്കാം. പക്ഷേ മനസാക്ഷിയുടെ മുന്നിൽ ജയിക്കാൻ പറ്റില്ല. അമ്മേ, ഞാൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ കിട്ടുന്ന അവസരമാ. വാശി പിടിച്ച് അമ്മ അത് ഇല്ലാതാക്കരുത്. ഇവൻ എന്റെ മകനല്ല, അതെനിക്ക് തെളിയിക്കണ്ടേ? നീ നിന്റെ അച്ഛന്റെ മകനാണിത് ഏത് ടെസ്റ്റ് നടത്തിയിട്ടാടാ തെളിയിച്ചിട്ടുള്ളത്? മക്കളെന്ന് പറയുന്നത് ഈശ്വരന്റെ വരദാനാ. എനിക്ക് നിന്നെ തന്നതും ഇവനെ തന്നതും ആ ഈശ്വരനാ. അതിനെ ധിക്കരിച്ച് ഒരാളും ഒരു ടെസ്റ്റ് നടത്തേണ്ട ആവശ്യമില്ല. നീ വാടാ മോനെ. അമ്മേ,